പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഏവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന HSST മലയാളം പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്ന് രാവിലെ ആയിരുന്നു പരീക്ഷ നടന്നത്. PSCയുടെ ഔദ്യോഗിക സൈറ്റിലെ HSST മലയാളത്തിന്റെ ടെൻഡേറ്റീവ് ആൻസർ കീ വന്നിട്ടുണ്ട്. 106/2024 എന്ന എക്സാം കോഡിൽ നടന്ന പരീക്ഷയുടെ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ആൻസർ കീയും ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അതൊന്ന് നോക്കി എത്രയാണ് സ്കോർ വന്നത്, ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയത്, ഏതൊക്കെ ഭാഗങ്ങൾ ശരിയായി, ഏതെങ്കിലുമൊക്കെ ചോദ്യത്തിന് നെഗറ്റീവ് അടിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്താണോ അതൊന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ പരീക്ഷയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നും ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്ങനെയുണ്ടായിരുന്നു പൊതുവെ പരീക്ഷ? പൈപ്ലസിന്റെ കൂടെ ചേർന്ന് HSST മലയാളം കോഴ്സ് എടുത്ത കുട്ടികളുടെ ഒരുപാട് ഫീഡ്ബാക്ക് നമുക്ക് ഇന്ന് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കിട്ടിയിരുന്നു. അപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരീക്ഷ ഒരു മോഡറേറ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു പരീക്ഷയാണ്. കോഴ്സ് എടുത്തതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ശരിയാക്കാൻ പറ്റി. അത് ജനറൽ പേപ്പർ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മലയാളം സബ്ജക്ട് പേപ്പർ ആണെങ്കിലും എന്നുള്ള ഫീഡ്ബാക്കുകളൊക്കെ കുട്ടികൾ രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പൊ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, പരീക്ഷയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം, മാറി വന്ന ക്വസ്റ്റ്യൻ പാറ്റേണുകളെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊന്ന് അവലോകനം ചെയ്യുകയാണ് എങ്കിൽ ഒരു മോഡറേറ്റ് ലെവലുള്ള പരീക്ഷയായിരുന്നു ഇന്ന് നടന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആവർത്തന ചോദ്യങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഇപ്പൊ നമ്മൾക്കൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് മലയാളം കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരു ചോദ്യം വരിക എന്നതിനെ പറ്റി നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാവും. ധാരണകളെയൊക്കെ പിടിച്ചടക്കിക്കൊണ്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു. ആവർത്തന ചോദ്യം വളരെയധികം കുറവായിരുന്നു. പ്രാചീനം, രാമചരിതം, തിരുനെൽമാല, അച്ചിചരിതങ്ങൾ, ചമ്പുക്കള്, ആ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുപോലെ കഥ, നോവൽ, നാടകം. ഇപ്പൊ കഥകളുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെ വരും. ഇപ്പൊ ആധുനിക കഥയിൽ നിന്ന്, പ്രാചീന കഥയിൽ നിന്ന് ഒരു ചോദ്യം, ആധുനിക കഥയിൽ നിന്ന്, ഉത്തരാധുനിക കഥയിൽ നിന്ന്, അത്തരത്തിലുള്ള ഒരു ഏകദേശ ധാരണ ഉണ്ടായിരുന്നു. അപ്പൊ കഥ, നോവൽ, നാടകം എന്നിവയെ കുറിച്ച് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എന്താണ് കൃത്യമായിട്ട് സിലബസിലൂടെ അതിലൂടെയും പോയ കുട്ടികൾക്ക്, ഈ ഏരിയയൊക്കെ വളരെയധികം തറുവായിട്ട് പഠിച്ചിരുന്ന കുട്ടികൾക്ക് ഒരു മനസ്സിൽ ഒരു വിഷമം സൃഷ്ടിച്ച കാര്യമാണ് എന്ന് പല വിദ്യാർത്ഥികളും നമ്മളോട് അവരുടെ കമന്റ് ആയിട്ട് ഫീഡ്ബാക്ക് ആയിട്ട് രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന വ്യാകരണം, ഭാഷാശാസ്ത്രം എന്നിവയിലെ ചോദ്യങ്ങൾ. ഇപ്പൊ അനുനാസിക വർണ്ണം ജനിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഏത് എന്നൊരു ചോദ്യമാണ്. അപ്പൊ ഉച്ഛ്വായുവിൽ കുറച്ച് മൂക്കിലൂടെ സ്വതന്ത്രമാകുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഉച്ഛ്വാസവായു ആണോ നിശ്വാസവായു ആണോ, അത്തരത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വന്നു. പിന്നെ വ്യാകരണങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളെ ഉദാഹരണങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത്, അതായത് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ചിരപരിചിതമായുള്ള ഓപ്ഷൻസുകൾ ഒന്നുമല്ല. സാധാരണയായി മലയാളം കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ വരുന്ന ചിരപരിചിതമായിട്ടുള്ള ഓപ്ഷൻസുകൾ ഒന്നുമല്ല. മലയാള വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതികൾ, അതായത് ഇപ്പൊ നമ്മുടെ കേരള പാണ്ഡ്യം, അത്തരത്തിലുള്ള കൃതികൾ എടുത്തു നോക്കി പഠിക്കുന്നവർക്ക്, ആ പുസ്തകം കൃത്യമായിട്ട് വിശകലനം ചെയ്ത് നോട്ട് എഴുതി അതിലുള്ള ഉദാഹരണങ്ങൾ നോക്കി പഠിക്കുന്നവർക്ക് എളുപ്പമാകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായി വ്യാകരണത്തെ മുൻനിർത്തി വന്നിട്ടുണ്ടായിരുന്നത്. അതേ രീതി തന്നെയാണ് പാശ്ചാത്യ പൗരസ്ത്യ സിദ്ധാന്തങ്ങളെ മുൻനിർത്തിയും. ചോദ്യം വായിച്ച് ഒന്ന് ചിന്തിച്ച് ഓരോ ഓപ്ഷൻസിലൂടെയും കടന്നുപോയി അതിന്റെ അർത്ഥതലങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി ഉത്തരത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു പാശ്ചാത്യ പൗരസ്ത്യ സിദ്ധാന്തങ്ങളെ മുൻനിർത്തി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വലിയൊരു മാറ്റം ഇതുവരെ നടന്ന HSST മലയാളം പരീക്ഷകളെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ജനറൽ പേപ്പറിന്റെ മീഡിയം ഓഫ് ലാംഗ്വേജ് മലയാളമായിരുന്നു എന്നുള്ളതാണ്. സാധാരണയായിട്ട് നമ്മുടെ പാർട്ട് 1 എന്നുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം വരെ എങ്ങനെയായിരിക്കും, ഇംഗ്ലീഷിലുള്ള ചോദ്യമായിരിക്കും വരിക. പക്ഷെ ഇപ്രാവശ്യം അത് മലയാളത്തിൽ നിന്നായിരുന്നു. നമ്മുടെ കോഴ്സ് എടുത്ത ഒരുപാട് കുട്ടികൾ പറഞ്ഞ കാര്യം ജനറൽ പേപ്പർ ടീച്ചറെ വളരെ എളുപ്പമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഫീഡ്ബാക്ക് ഒക്കെ കിട്ടുമ്പോൾ, അതുപോലെ നമ്മുടെ ഏറ്റവും അവസാന നാളുകളിലെ റിവിഷൻ സെക്ഷൻസും ക്ലാസ്സും ഒക്കെ വളരെയധികം ഇഫക്റ്റീവായി, നമ്മുടെ ടെസ്റ്റ് സീരീസുകൾ വളരെയധികം ഇഫക്റ്റീവായി, പല ചോദ്യങ്ങളിലും ഓപ്ഷൻസും എക്സ്പ്ലനേഷൻസും വെച്ചിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റി എന്നൊക്കെ ഒരുപാട് കുട്ടികൾ നമുക്ക് ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ പരീക്ഷയെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചോദ്യങ്ങളുടെ നിലവാരം എങ്ങനെയാണ്? ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ടാണ് എക്സാം നമുക്ക് എന്താണ് കുറച്ച് ടഫ് ലെവലായിട്ട് തോന്നിയത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത്, വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. പരീക്ഷ കഴിഞ്ഞതോടുകൂടി പരീക്ഷയിലെ നമ്മൾ
നമ്മുടെ നിലവാരം എന്താണ് എന്നതിനെ പറ്റിയിട്ട് ഏകദേശ ധാരണ നമുക്ക് വന്നിട്ടുണ്ടാവും. ചിലർക്ക് പരീക്ഷ വളരെ എളുപ്പമായിരിക്കും, ചിലർക്ക് വളരെയധികം ടഫ് ആയിരിക്കും, ചിലർക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ ഇത്ര നാൾ ഫോളോ ചെയ്തു വന്ന രീതിയല്ല, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകൾ, കുറച്ചും കൂടി ടെസ്റ്റുകൾ എനിക്ക് എടുത്ത് നോക്കണം, അത്തരത്തിലൊക്കെ ഉള്ള ചിന്ത പലർക്കും വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇനി 2025 അവസാനമോ അല്ലെങ്കിൽ 2026 നടക്കുന്ന HSA മലയാളം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അടിപൊളി കോഴ്സുമായിട്ട് ഐപ്ലസ് ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ ക്ലാസുകൾ, നോട്ടുകൾ, ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റ് സീരീസുകൾ, ഫൈനൽ മോക്ക് ടെസ്റ്റുകൾ ഒക്കെയുമായിട്ട് എങ്ങനെയാണോ PSC എക്സാം നടക്കുന്നത് അതേ രീതിയിൽ നെഗറ്റീവ് അടക്കം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റ് സീരീസുകളുമായിട്ട് ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ കോഴ്സ് റെഡിയാണ്. അപ്പൊ നിങ്ങൾക്ക് കോഴ്സിന് ചേരാനായിട്ട് താല്പര്യമുണ്ട് എങ്കിൽ നമ്മുടെ മോക്ക് ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ടിട്ട് കോഴ്സ് എടുക്കാവുന്നതാണ്. അപ്പൊ ഇപ്പോൾ നിൽക്കുന്ന അതേ ഊർജത്തോടു കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി ഊർജ്ജം ആർക്കെങ്കിലും കൂടി കുറവുണ്ട്, നിങ്ങൾക്കൊരു സപ്പോർട്ട് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ടീം ഐപ്ലസ് മലയാളം ടീം, ലളിത മലയാളം ടീം നിങ്ങൾക്കൊപ്പം റെഡിയാണ്. ഇന്ന് പരീക്ഷ എഴുതിയ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുകയാണ്. താങ്ക് യു ലേണേഴ്സ്.